നമസ്കാരം. കോട്ടയം ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിയുമ്പോൾ യു.ഡി.എഫ് ക്യാമ്പുകളിൽ വലിയ ആശങ്കയാണ് പടരുന്നത്. കേരളത്തിൽ 72 സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്താമെന്ന യു.ഡി.എഫിന്റെ മോഹങ്ങൾക്ക് കോട്ടയത്തെ മണ്ണിൽ അടിപതറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ യു.ഡി.എഫിന് ഇത്തവണ ലക്ഷ്യത്തിലെത്തുക എന്നത് അങ്ങേയറ്റം ദുഷ്കരമാണ്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ അനായാസ വിജയത്തിലേക്ക് നീങ്ങുന്നു എന്നത് മാത്രമാണ് യു.ഡി.എഫിന് ആശ്വസിക്കാൻ വക നൽകുന്ന ഏക ഘടകം. എന്നാൽ ജില്ലയിലെ മറ്റ് 8 മണ്ഡലങ്ങളിലെയും സാഹചര്യം മുന്നണിക്ക് അത്ര ശുഭകരമല്ല. കടുത്തുരുത്തിയിൽ മോൻസും കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും അവരിവിടെ കടുത്ത അഗ്നിപരീക്ഷയാണ് നേരിടുന്നത്. ഭൂരിപക്ഷം വലിയ തോതിൽ കുറയാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ബാക്കിയുള്ള 6 മണ്ഡലങ്ങളിലും എൽ.ഡി.എഫ് വ്യക്തമായ മേധാവിത്വം പുലർത്തുന്നുണ്ട്. പാലായിൽ മാണി സി കാപ്പനെതിരെ ജോസ് കെ മാണി ശക്തമായ സ്വാധീനമുറപ്പിച്ചു കഴിഞ്ഞു. കേരള കോൺഗ്രസ് എം വോട്ടുകൾ എൽ.ഡി.എഫിലേക്ക് കേന്ദ്രീകരിക്കുന്നത് പാലായും കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയും യു.ഡി.എഫിന് നഷ്ടമാകുന്ന അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ചങ്ങനാശ്ശേരിയിൽ വിനു ജോബിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുണ്ടായ ആഭ്യന്തര തർക്കങ്ങൾ യു.ഡി.എഫ് വോട്ടുകളെ ഭിന്നിപ്പിച്ചു കഴിഞ്ഞു. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ സംഘടനാ കരുത്തിന് മുന്നിൽ യു.ഡി.എഫ് പിന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏറ്റുമാനൂരിൽ മന്ത്രി വി.എൻ. വാസവന്റെ വികസന നേട്ടങ്ങൾക്കും സ്വാധീനത്തിനും മുന്നിൽ നാട്ടകം സുരേഷിന് എത്രത്തോളം പിടിച്ചുനിൽക്കാൻ കഴിയുമെന്നത് കണ്ടറിയണം. വൈക്കത്തെ എൽ.ഡി.എഫ് കോട്ട തകർക്കാൻ ബിനിമോനും സാധിക്കില്ലെന്നാണ് നിലവിലെ വിലയിരുത്തലുകൾ. ചുരുക്കത്തിൽ, കോട്ടയം ജില്ലയിൽ നിന്ന് 3 സീറ്റുകളിൽ കൂടുതൽ നേടാൻ യു.ഡി.എഫിന് കഴിഞ്ഞില്ലെങ്കിൽ 72 എന്ന മാന്ത്രിക സംഖ്യ തൊടാൻ അവർക്ക് സാധിക്കില്ല. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറാത്തതും കേരള കോൺഗ്രസ് എമ്മിന്റെ സ്വാധീനവും യു.ഡി.എഫിനെ ഇത്തവണയും പ്രതിപക്ഷത്ത് തന്നെ ഇരുത്താനാണ് സാധ്യത. കോട്ടയം ജില്ല യു.ഡി.എഫിനെ കൈവിടുന്ന ഈ ചിത്രം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറുകയാണ്.